ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം നവമായൊരു ജീവിതമായിരിക്കണമെന്നും സ്നേഹത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് ശുശ്രൂഷിക്കണമെന്നും ഉള്ള സന്ദേശമാണ് ഇന്ന് തിരുവചനം നൽകുന്നത്. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറയുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. ഉയർപ്പിന്റെ മഹത്വം മിശിഹായിൽ ജീവിക്കുന്നവരായി മാറുക, പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി നവമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഓരോ മറുപടിക്ക് ശേഷവും ഈശോ അവനോട് പറയുന്നത്, എന്റെ ആടുകളെ മേയ്ക്കുക. ഉയർപ്പിന്റെ സന്ദേശം വാക്കുകളിലൂടെയല്ല, ദൗത്യത്തിലൂടെ യാഥാർത്ഥ്യമാകണം, ശുശ്രൂഷയിലൂടെ പ്രകടനമാകണം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹം ഉത്തിതനായ മിശിഹായുടെ കൂടെ ആയിരിക്കുന്നത് തന്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയുമ്പോൾ ഈശോ അവനോട് പറയുന്നത്, നീ എന്റെ ആടുകളെ നയിക്കുക. ശുശ്രൂഷയിലൂടെ മിശിഹായോടുള്ള സ്നേഹം പ്രകടമാക്കുവാനാണ് തിരുവചനം പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത് പോലെ, ഞാനെല്ലാം മിശിഹ എന്നിൽ ജീവിക്കുന്നു, ഉത്തിതനായ മിശിഹായോട് ചേർന്ന് ജീവിക്കുവാനും മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ അനുദിന ജീവിത കടമകൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് മിശിഹായ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.